വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഈ ഒരു ചിക്കൻ ഡിഷ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഡിഷിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. അത്രയും കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഡിഷാണ് കേട്ടോ. ഒരു ചൈനീസ് ഡിഷ് കൂടിയാണ്. സ്റ്റാർട്ടറായിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ചിക്കൻ ഡൈനാമൈറ്റ് എന്നാണ്. ഇത് സാധാരണ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഉണ്ടാകുമ്പം റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഡിഷ് കൂടിയാണ്. പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചൈനീസ് ഡിഷ് കൂടിയാണ്. ചിക്കൻ ചില്ലി ഗാർലിക് ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ഇതിലും സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെൽ ഐക്കൺ കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ഡൈനാമൈറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിലേക്ക് എന്തൊക്കെ ചേരുവകൾ ആവശ്യമുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലില്ലാത്ത ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. അതായത് ഞാൻ 2 വലിയ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടെ കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഞാനിത് ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന സോയ് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒറിഗാനോ, ഈ ഒരു പൗഡർ വീട്ടിലുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ആവും. അപ്പോൾ ഇതില്ലാന്നാണെങ്കിൽ കുഴപ്പമില്ല, ഇത് ചേർത്ത് കൊടുക്കേണ്ട, ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സോയ് സോസ് മാത്രം ചേർത്ത് കൊടുക്കുക. ഉപ്പ് വരെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് തേച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മാത്രമാണ് നമ്മളിപ്പം ഈ ഒരു ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ അവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള സോസുകളൊക്കെ ഒരു ബൗളിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്കുള്ള സ്വീറ്റ് ചില്ലി സോസ് വീട്ടിലുണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് സ്വീറ്റ് ചില്ലി സോസ് അല്ലെങ്കിൽ ഹോട്ട് സോസ് ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചാൽ മതി പുറത്തുനിന്ന്. അപ്പം സ്വീറ്റ് ചില്ലി സോസ് വീട്ടിലുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 വെളുത്തുള്ളിയും. ഇത് രണ്ടും കൂടി വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്യാൻ വെക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ് ഈ ഒരു പേസ്റ്റ്. അപ്പോൾ അത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്വീറ്റ് ചില്ലി സോസ് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് മാത്രം ചേർക്കാം. ഒരുപാട് എരിവ് ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ഡിഷിന്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മയനൈസ് ആണ്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ നിറയെ മയനൈസ് ചേർക്കുന്നുണ്ട്. പിന്നെ ശരിക്കും ഈ ഒരു ഇതിലേക്ക് നമ്മൾ സ്വീറ്റ് ചില്ലി സോസിന് പകരം ചേർക്കുന്ന സോസിൻ്റെ പേര് സിറാച്ച സോസ് എന്നാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പം ഇത് നല്ലൊരു ഡാർക്ക് ഓറഞ്ച് കളറാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കുറച്ച് മാത്രമല്ലേ നമ്മുടെ ചില്ലി സോസ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കളറിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഈ ഒരു ക്രീമിൻ്റെ കളർ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹോട്ട് സോസ് അല്ലെങ്കിൽ അതിൻ്റെ ആ സ്വീറ്റ് ചില്ലി സോസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് ഓറഞ്ച് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിറാച്ച സോസ് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ നമ്മുടെ ചില്ലി സോസ്, സ്വീറ്റ് ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സോസ് കേട്ടോ. നേരത്തെ നമ്മൾ കുറച്ച് ചിക്കൻ അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ 4 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിയും അതുപോലെ കോൺഫ്ലോറും ഒരേ അളവിലെടുക്കുക. നിങ്ങളിപ്പോൾ അരക്കപ്പ് എടുക്കുകയാണെങ്കിൽ അരക്കപ്പ് മൈദപ്പൊടിയും അരക്കപ്പ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മാത്രം മതി. അതുപോലെ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പം ഇതിന് പകരം നിങ്ങളിപ്പോൾ ചോദിക്കും ഗാർലിക് പേസ്റ്റ് ചേർക്കാവോ എന്ന്. ചേർക്കരുത്. കാരണം ഇത് നമുക്ക് ഫ്ലോർ ആയിട്ടാണ് വേണ്ടത്, പൊടിയായിട്ട് തന്നെയാണ് വേണ്ടത്. അപ്പം ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതുപോലെ ഒരു മുട്ട എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക.
ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ആദ്യം നമ്മൾ ഈ പൊടിയുടെ മിക്സ്ചറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഈ മുട്ടയിൽ ഇട്ട് കൊടുക്കുക. വീണ്ടും പൊടിയുടെ മിക്സ്ചറിൽ ഇട്ടിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പം ഓരോന്നോരോന്ന് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇങ്ങനെയും ചെയ്യുക. വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടാമത്തെ മെത്തേഡാണ് ഏറ്റവും നല്ലതെന്നാണ്. കാരണം നമ്മൾ ഒന്നാമത് ഇങ്ങനെ ചെയ്യുമ്പം ഒരുപാട് ടൈം എടുക്കും, രണ്ടാമത് ഇങ്ങനെ ചെയ്യുമ്പം ഒരുപാട് കോട്ടിങ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിക്കുമ്പം കൂടുതൽ ആ ഒരു കോട്ടിംഗ് ആണ് നമുക്ക് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് രണ്ടാമത്തെ മെത്തേഡായിരിക്കും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ എല്ലാ ചിക്കനും ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ മെത്തേഡാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റത്തെ മെത്തേഡിൽ ഞാൻ കുറച്ച് ചിക്കൻ മാത്രമേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളൂ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം പൊടിയുടെ മിക്സ്ചറും അതുപോലെ മുട്ടയുടെ മിക്സ്ചറും രണ്ടും കൂടെ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാത്രമേ ചിക്കനിലൊരു കോട്ടിങ് വരുള്ളൂ. മുട്ട ചേർക്കാതെ ഇരിക്കരുത് കേട്ടോ, എന്നാലേ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ ചിക്കൻക്ക്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ ചിക്കനും എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത്. അങ്ങനെ വരുമ്പം ആ കോട്ടിങ് പോവും. അപ്പോൾ കോട്ടിങ് പോവാതെ ഓരോ ചിക്കനും എടുത്തിട്ട് വേണം ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ. ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ പുറമേ നല്ല കോട്ടിങ് വരുന്നുണ്ട്. അങ്ങനെ കോട്ടിങ് വരുമ്പം നമ്മുടെ ഈ സോസ് നമ്മൾ കുക്ക് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സോസ് കിട്ടാൻ കുറച്ച് പാടാവും. അപ്പം വല്ലാണ്ട് കോട്ടിങ് വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ക്രിസ്പി ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ രണ്ടാമത് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചിക്കന് ആദ്യം നമ്മൾ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുള്ള ചിക്കന് ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അത് ഒരു സ്ട്രെയിനറിലേക്ക് കോരി മാറ്റാം. എണ്ണയൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഒരു പേപ്പർ ടവലിലൊക്കെ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഡ്രെയിൻ ആവണം കേട്ടോ എണ്ണയോട് കൂടിയിട്ട് നമ്മൾ സോസിലേക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കാം. അതും ഓരോന്നോരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ, എല്ലാം കൂടി ഇട്ടിട്ട് ആ കോട്ടിങ് പോയിപ്പിക്കരുത്. ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മതി നമുക്ക് ഈ ഒരു ഡിഷ് നല്ല അടിപൊളിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഈ ചിക്കൻ ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്, ഫോട്ടോ എടുക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം ചെറിയ പീസാക്കിയിട്ട് ഒന്നുകൂടെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക, എന്നാലേ നമ്മൾ ആ സോസ് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്കുള്ള സോസ് നമ്മൾ മയണൈസ് ഒക്കെ ചേർത്തുള്ള സോസല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ വയറ് ഫുള്ളാവാനൊക്കെ നല്ലതാണ്. അപ്പോൾ എന്താ പറയുക, ഒരു 4 പേർക്ക് നന്നായിട്ട് തന്നെ വയറ് ഫുള്ളായിട്ട് കഴിക്കാനുള്ള ചിക്കൻ ഉണ്ട് ഇപ്പോൾ ഇത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനും ഫ്രൈ ആയിട്ടുണ്ട്, അത് ഞാനിതുപോലെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ്. കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒന്നിൽ ഒരുപാട് കോട്ടിങ് വരുന്നുണ്ട്, ഒന്നിലധികം കോട്ടിങ് ഇല്ല, കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നല്ല ചൂടുള്ള ചിക്കനാണിത്. അപ്പോൾ നല്ല ചൂടുള്ള ചിക്കനിലേക്ക് കുക്ക് ചെയ്യാത്ത നമ്മുടെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചുള്ള സോസ് ഇല്ലേ, അതൊരു 4 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് രണ്ടും കൂടി ഇങ്ങനെ സോസും ഈ ചിക്കനും കൂടി ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് ഒരുപാട് നേരം വെക്കരുത്. അപ്പോൾ ടേസ്റ്റ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. നമ്മളിത് മിക്സ് ചെയ്ത ഉടനെ നമ്മളത് കഴിക്കണം. അപ്പോൾ നമ്മൾ ഗസ്റ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് കഴിക്കാനാണെങ്കിൽ ഇത് നമ്മൾ കഴിക്കുന്ന ആ നേരം മാത്രം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ഡിഷ് നമ്മൾ സെർവ് ചെയ്യുന്നത് ഇതുപോലൊരു ഗ്ലാസ്സിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ലെറ്റൂസ് ലീഫ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്താണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മൾക്ക് കഴിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ നേരിട്ട് കഴിക്കാം. പിന്നെ ഞാൻ അതെങ്ങനെയാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് അത് സെർവ് ചെയ്യുന്നൊരു മാർട്ടിനി ഗ്ലാസ് ഉണ്ട്, അപ്പോൾ അതിലല്ല, അത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലൊരു ബൗളെടുത്തിട്ട് അതിൻ്റെ അകത്താണ്
ഈ ലെറ്റൂസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ലെറ്റൂസ്. അത് നമ്മളത് ചിക്കൻ കഴിച്ച ശേഷം ആ ഒരു സോസ് കൂട്ടിയിട്ട് ഈ ലെറ്റൂസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ബൗളിൽ ഇതുപോലെ ലെറ്റൂസൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആ നീളമുള്ള ഗ്ലാസ് മാറ്റുന്നുണ്ട്, നമ്മുടെ വീഡിയോയിലൊരു ലുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ ഡൈനാമൈറ്റ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ കുറച്ച് വെള്ള എള്ള് ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷിങ്ങിനായിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാൻ എള്ളാണ് ചേർക്കുന്നത്. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, ഒട്ടും നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡൈനാമൈറ്റ് റെഡി ആയിട്ടുണ്ട്. ആ നല്ല ചൂടുള്ള ചിക്കനിലേക്ക് ആ സോസ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം എന്താ പറയുക, ഇതുപോലെ ഇരിക്കും. ആ സോസൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ ഡിഷാണ്. ഇത് പറഞ്ഞറിയിക്കാൻ വയ്യ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയല്ല ഉണ്ടാക്കാൻ, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഉള്ളൂ. കൂടാതെ ഞാൻ ചില്ലി സോസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക്